ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടയും അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ബിസ്ക്കറ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് നാൾ നമുക്കിത് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. പെട്ടെന്ന് കേടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അമൃതം പൊടി നശിപ്പിച്ച് കളയാതെ ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് 2 കോഴിമുട്ട എടുക്കുക. അതൊരു ബൗളിലോട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി അമൃതം പൗഡറിൽ പഞ്ചസാര ഉള്ളതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുഴുവനായിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും മിക്സായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അമൃതം പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പോളം അമൃതം പൗഡറും 1/4 കപ്പോളം അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനിയിപ്പോൾ അരിപ്പൊടി ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അമൃതം പൗഡർ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അമൃതം പൊടിയും അതുപോലെ തന്നെ അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൂസായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ അമൃതം പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിനല്ല നമുക്ക് വേണ്ടത്, കുറച്ചും കൂടി തിക്കായിട്ട് വേണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം അമൃതം പൗഡർ ഇനി ഒന്നുകൂടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് എന്താ പറയുക, കൈയൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിനാണ് കിട്ടേണ്ടത്. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് കുഴയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ഓയിൽ, ബട്ടർ, നെയ്യ് ഇതിലേക്ക് ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് കയ്യിൽ ഓരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ എന്താ പറയുക, നെയ്യ് എന്തെങ്കിലും നന്നായിട്ട് തടവി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പരത്താനായിട്ട്. അല്ലെങ്കിൽ അടിയിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ റൗണ്ടിലോ അല്ലെങ്കിൽ സ്ക്വയറോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളത് ഇതുപോലെ എടുത്തതിന് ശേഷം വീണ്ടും ഉരുട്ടി നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. ചെറിയ ചെറിയ ബിസ്ക്കറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ ചെറിയ ചെറിയ മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലിലോ വെളിച്ചെണ്ണയിലോ എന്തെങ്കിലും വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇടുന്ന സമയത്ത് നല്ല തീ ലോ ഫ്ലെയിമിലല്ല, നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നല്ല ചൂടിൽ തന്നെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നാലാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വേവത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, നന്നായിട്ട് ക്രിസ്പി ആയതിനു ശേഷം മാത്രം നമ്മളിത് എടുത്തേച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് തണുപ്പ് എന്താ പറയുക, ചൂട് വല്ലാണ്ടങ്ങ് ആറിക്കഴിയുമ്പോൾ നമുക്കിതൊരു കുപ്പിയിലിട്ട് വയ്ക്കാം. ഇത് നമുക്ക് ഒരു 1-2 ആഴ്ചയോളം ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കേടൊന്നും വരാതെ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്ന സമയത്ത് നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അമൃതം പൗഡർ നമുക്ക് എന്താ പറയുക, നശിപ്പിച്ച് കളയാതെ ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയുള്ള ഒരു ബിസ്ക്കറ്റ് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ, താങ്ക് യു.